Hi friends, welcome to English Mithra. In this class, we will study daily life use വളരെ ചെറിയ English sentences. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം sentences പറയാം. അതിന്റെ English translation ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. So first sentence, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഇവിടെ നമുക്ക് ഞാൻ എന്നുള്ളതിന് I എന്നാ പറയുന്നതെന്ന് അറിയാം. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എന്നുള്ളത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ I will. ഓക്കേ, ഇനി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എന്ന് എങ്ങനെ പറയും? തിരിച്ചു വരാന്നുള്ളതിന് I'll come back അല്ലെങ്കിൽ I'll be back എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ I'll return എന്നൊക്കെ പറയാം. So I'll be back. പെട്ടെന്ന് തന്നെ എന്നെങ്ങനെ പറയാൻ പറ്റും? നമ്മൾ സാധാരണ ക്വിക്ക്ലി അല്ലെങ്കിൽ ഫാസ്റ്റ് എന്നൊക്കെ ഉള്ള വാക്ക് യൂസ് ചെയ്യും. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് വേറൊരു വാക്ക് യൂസ് ചെയ്യാം. അതാണ് ഷോർട്ട്ലി. അതായത് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എന്നുള്ളതിന് I'll be back shortly എന്ന് നമുക്ക് പറയാം. I'll be back quickly എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള യൂസേജ് ആണ് എന്ത്? I'll be back shortly എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് പിന്നീട് എന്നുള്ള വാക്കാണ് ഇവിടെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. ഞാൻ എന്നുള്ളതിന് I എന്ന് പറയാം. ഞാൻ വിളിക്കാം എന്നുള്ളതിന് എന്താ പറയുക? ഞാൻ വിളിക്കാം, I will call എന്ന് പറയാം അല്ലേ? ഞാൻ വിളിക്കാം, I will call. അപ്പോൾ I will call, ഞാൻ നിന്നെ വിളിക്കാം എന്നങ്ങനെ പറയാം. I will call you എന്ന് പറയാം. I will call you. പിന്നീട് എന്നുള്ളതിന് എന്ത് പറയും നമ്മൾ ഇംഗ്ലീഷിൽ? ആഫ്റ്റർവേർഡ്സ് എന്ന് പലരും യൂസ് ചെയ്യുന്നത് കേൾക്കാറുണ്ട്. ആഫ്റ്റർ സം ടൈം എന്ന് പറയാം. പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ലേറ്റർ എന്ന് പറയാം. ഐ വിൽ കോൾ യു ലേറ്റർ. ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ. ഐ വിൽ കോൾ യു ആഫ്റ്റർവേർഡ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ സം ടൈം എന്നൊക്കെ പറയുന്നത് ഓക്കെ ആണ്. പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള യൂസേജ് ഐ വിൽ കോൾ യു ലേറ്റർ എന്നാണ്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. അത് ഞാൻ തന്നെ ചെയ്തോളാം. അത് ഞാൻ തന്നെ ചെയ്തോളാം. ഓക്കെ, ഇതിവിടെ ഞാനെന്നുള്ളതിന് വീണ്ടും നമുക്കറിയാം I എന്നുള്ള വാക്കാണ് നമ്മൾ യൂസ് ചെയ്തത്. ഞാൻ ചെയ്തോളാം എന്നങ്ങനെ പറയും. I'll do അല്ലേ? I'll do it. ഞാൻ തന്നെ ചെയ്തോളാം. I'll do it. അല്ല, ഞാൻ തന്നെ ചെയ്തോളാം എന്നല്ല, ഞാൻ ചെയ്തോളാം എന്നുള്ളതിന് നമുക്ക് I'll do it എന്ന് പറയാം. ഇത് ഞാൻ തന്നെ ചെയ്തോളാം എന്നെങ്ങനെ പറയാം? ഞാൻ തന്നെ ചെയ്തോളാം, ഞാൻ തന്നെത്താനെ ചെയ്തോളാം എന്നുള്ളതിന് I myself എന്നുള്ള യൂസേജാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അത് ഞാൻ തന്നെ ചെയ്തോളാം അല്ലെങ്കിൽ ഞാൻ തന്നെത്താനെ ചെയ്തോളാം എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാൻ പറ്റും? I'll do it myself എന്ന് പറയാം. മൈസെൽഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ തന്നെ എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ ഞാൻ തന്നെത്താനെ അല്ലെങ്കിൽ തന്നെത്താനെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മൈസെൽഫ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ I'll do it myself, ഞാൻ തന്നെ ചെയ്തോളാം. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. എനിക്ക് നല്ല ആശ്വാസം തോന്നി. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഇവിടെ എനിക്ക് തോന്നി എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഏത് വാക്ക് യൂസ് ചെയ്യാൻ പറ്റും? പലർക്കും തിങ്ക് എന്ന വാക്ക് തോന്നി എന്നുള്ളതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഐ തിങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ചിന്തിക്കുക എന്നുള്ളതിന് പകരമാണ് നമ്മൾ തിങ്ക് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. തോന്നി എന്ന് പറയാനായിട്ട് നമ്മൾ ഫീൽ എന്നുള്ള വാക്കാണ്, തോന്നുക എന്നുള്ളതിന് ഫീൽ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക. തോന്നി എന്ന് പറയുമ്പോൾ ഫെൽറ്റ് എന്ന് പറയാം. എനിക്ക് തോന്നി, ഐ ഫെൽറ്റ്. എനിക്ക് തോന്നാറുണ്ട്, ഐ ഫീൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, നമ്മുടെ ചോദ്യം എന്താണ്? എനിക്ക് നല്ല ആശ്വാസം തോന്നി. സോ ഐ ഫെൽറ്റ് ബെറ്റർ. എനിക്ക് നല്ല ആശ്വാസം തോന്നി, ഐ ഫെൽറ്റ് ബെറ്റർ. അപ്പോൾ തോന്നി എന്നുള്ളതിന് പകരം നമ്മൾ ഫെൽറ്റ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. തിങ്ക് എന്നുള്ള വാക്ക് യൂസ് ചെയ്തൂടെ എന്ന് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കുക എന്നുള്ള വാക്കിന് പകരമാണ് നമ്മൾ തിങ്ക് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. തോന്നുക എന്നുള്ളതിന് നമ്മൾ ഫീൽ എന്ന വാക്കാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഞാൻ നാളെ വരട്ടെ. ഞാൻ നാളെ വരട്ടെ. ഇതൊരു ചോദ്യമാണ്. ഞാൻ ചോദിക്കുകയാണ്, ഞാൻ നാളെ വരട്ടെ എന്നുള്ളൊരു പെർമിഷൻ ചോദിക്കുകയാണ്. വന്നോട്ടെ, വരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ഇതിന് നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും ഇംഗ്ലീഷിൽ? നമ്മൾ പലർക്കും ഡൗട്ട് ഫ്യൂച്ചറിൽ ഒരു കാര്യമാണ്, അപ്പം വിൽ യൂസ് ചെയ്തൂടെ? വിൽ ഐ കം ടുമോറോ എന്നുള്ളത് പറഞ്ഞൂടെ എന്നുള്ളത്. പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വിൽ ഐ കം ടുമോറോ, ഞാൻ നാളെ വരുമോ എന്നായി പോകും ചോദ്യം. വരട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ ഷാൽ എന്ന വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ നാളെ വരട്ടെ, ഷാൽ ഐ കം ടുമോറോ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാൽ ഐ എന്നുള്ള ആ ഒരു കോമ്പിനേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്തോട്ടെ, ഷാൽ ഐ. അപ്പം ഞാൻ നാളെ വരട്ടെ, ഷാൽ ഐ കം ടുമോറോ എന്നാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഇതുവരെ ഞാനത്
ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഇംഗ്ലീഷിൽ ഈ സെൻറ്റൻസ് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതിന് നമുക്ക് haven't told എന്ന് യൂസ് ചെയ്യാം. haven't told. I haven't told anyone. ആരോടും എന്നുള്ളതിന് പകരമാണ് നമ്മൾ anyone യൂസ് ചെയ്യുന്നത്. സോ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. I haven't told anyone. ഇതിവിടെ I എന്നുള്ള വാക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ haven't told എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ he എന്നുള്ള വാക്കാണ് വരുന്നതെങ്കിൽ he hasn't told anyone എന്നേ വരുള്ളൂ. ഓക്കെ, I ആയതുകൊണ്ടാണ് നമ്മളിവിടെ haven't യൂസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ള അർത്ഥം വരുന്നത് കൊണ്ടാണ് I haven't told എന്ന് വരുന്നത്. ഞാൻ ആരോടും പറഞ്ഞില്ല എന്നായിരുന്നു നമ്മുടെ സെൻറ്റൻസ് എങ്കിൽ I didn't tell എന്നായിപ്പോയനെ. പറഞ്ഞിട്ടില്ല എന്ന് വന്നതുകൊണ്ടാണ് I haven't told എന്നുള്ള ഒരു ട്രാൻസ്ലേഷൻ വന്നത്. അടുത്ത നമ്മുടെ സെൻറ്റൻസ് ആണ് എൻ്റെ വാച്ച് നഷ്ടപ്പെട്ടു. ഇവിടെ നഷ്ടപ്പെടുക എന്നുള്ളതിന് നമുക്ക് എന്ത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? നഷ്ടപ്പെടുക എന്നുള്ളതിന് നമുക്ക് ലൂസ് എന്ന് പറയാം. LOSE, ലൂസ്. അപ്പോൾ നഷ്ടപ്പെട്ടു എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? ലോസ്റ്റ് എന്ന് പറയാം. ലോസ്റ്റ്. എൻ്റെ വാച്ച് നഷ്ടപ്പെട്ടു എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? I lost my watch എന്ന് പറയാം. എൻ്റെ വാച്ച് my watch. എൻ്റെ വാച്ച് നഷ്ടപ്പെട്ടു. I lost my watch. നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ ലോസ്റ്റ് എന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ്, എനിക്കിന്ന് നേരത്തെ എത്താൻ കഴിയില്ല. എനിക്കിന്ന് നേരത്തെ എത്താൻ കഴിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എങ്കിൽ കഴിയില്ല എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് cannot എന്ന വാക്കാണ്. cannot, can, not, cannot. ഓക്കെ, അത് ഒരുമിച്ചാണ് നമ്മൾ എഴുതുന്നത്. cannot. അപ്പം എനിക്കിന്ന് നേരത്തെ എത്താൻ കഴിയില്ല എന്നെങ്ങനെ പറയും? I cannot reach early today എന്ന് പറയാം. I cannot reach early today. നേരത്തെ എത്താൻ കഴിയില്ല എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏർലി എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏർലി എന്ന് പറയുമ്പോൾ നേരത്തെ. അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കനോട്ട് എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊരു സിറ്റുവേഷനും ആർക്കെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയണമെങ്കിൽ കനോട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള കാണ്ട് എന്ന യൂസേജ് യൂസ് ചെയ്യാം. അതായത് ഐ കനോട്ട് റീച്ച് ഏർലി ടുഡേ എന്ന് പറയുന്നത് പോലെ ഐ കാണ്ട് റീച്ച് ഏർലി ടുഡേ എന്ന് നമുക്ക് പറയാം. അടുത്ത നമ്മുടെ സെൻറ്റൻസ് ആണ് എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്. എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്. ഈ ഒരു സെൻറ്റൻസിൽ എനിക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? നമ്മൾ സാധാരണ ഐ വോണ്ട് ടു എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഐ വുഡ് ലൈക്ക് ടു എന്ന ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഐ വുഡ് ലൈക്ക് ടു. ഈ വുഡ് ലൈക്ക് ടു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ എന്താ വുഡ് യു ലൈക്ക് ടു ഹാവ് സം ടീ അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് ടു ഹാവ് സം വാട്ടർ. ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണോ എന്ന് ഭയങ്കര പൊളൈറ്റായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രേസ് യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും ഐ വുഡ് ലൈക്ക് ടു എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്, സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതെങ്ങനെ പറയാം? ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് യു. എനിക്ക് നിന്നെ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് യു, അല്ലെങ്കിൽ ഐ വുഡ് ലവ് ടു ഹെൽപ്പ് യു. ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ആരും വിളിച്ചു, നീ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ നമുക്കതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമുക്കിങ്ങനെ പറയാം, ഐ ആം കമ്മിങ് എന്നൊക്കെ പറയാറുണ്ട്. ഗ്രാമാറ്റിക്കലി സ്പീക്കിംഗ് കറക്റ്റാണ്, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്, പക്ഷെ അത് അത്ര നല്ലൊരു യൂസേജ് അല്ല. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള യൂസേജ് എന്ന് പറയുന്നത് ഐ എം ഓൺ മൈ വേ എന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്തോട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. ഐ എം ഓൺ മൈ വേ. ഗ്രാമർ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് വരികയാണെന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഇല്ല. കമെന്ന വാക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു ബെറ്റർ ആയിട്ടുള്ള യൂസേജ് ആണ് നമുക്ക് ഈ ഒരു ഐഡിയ കൺവേ ചെയ്യാനായിട്ട്. അതായത് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള യൂസേജ് ആണ് ഐ എം ഓൺ മൈ വേ എന്നുള്ളത്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കിയത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത് ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ള ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ സെൻറ്റൻസസിലെ ഡൗട്ട്സ് ഉണ്ട്, ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്ന സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഓറിയൻറ്റഡ് കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഫേസ് ചെയ്യുന്നതെന്നുള്ളത് തുറന്ന് പറയുക. അതനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സ് അവർ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. മറ്റൊരു interesting informative വീഡിയോയിൽ കാണുന്നത് വരെ this is Revati Krishnan signing off from English Mithra. Thank you and have a fabulous day. English Mithra. Stop worrying, start learning.